ഹാപ്പിയാണ് അല്ലേ? കല്യാണത്തിന് വിളിച്ച എല്ലാവരും തന്നെ വന്നിരുന്നു. സുരേഷ് ചേട്ടൻ അടക്കം വന്നിരുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സന്തോഷം. എല്ലാവരുടെയും തിരക്ക് മാറ്റി വെച്ച് എല്ലാവരും നമുക്ക് വേണ്ടി വരിക. ഇത്രയും തിരക്കുള്ള ആൾക്കാരാണ്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. മീഡിയക്കാരെ മൊത്തം ഒഴിവാക്കിയ ചേട്ടാ, മീഡിയക്കാരെ ഒഴിവാക്കിയതല്ല. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി ഭയങ്കര ഓർത്തഡോക്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, എന്നെ ഒരുപാട് അറിയുന്നതാണ്. ഓർത്തഡോക്സിന്റെ മാത്രമല്ല, അവര് ഭയങ്കര പാനിക്കായി കംഫർട്ട് ആയിരിക്കില്ല. ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ സുരേഷ് ഗോപി സാർ വരുന്നതുകൊണ്ട് സെക്യൂരിറ്റി ഓഫീസർ നിങ്ങൾക്ക് അല്ല, ഞങ്ങൾക്കൊരു മീഡിയ സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു. ലിസ്റ്റ് ആൾക്കാരെ കയറ്റുന്നുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ? അത് അറിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും പേര് വന്നത്. എടാ നിങ്ങൾ മാറാ. നമുക്ക് എല്ലാവർക്കും അറിയാം, സെലിബ്രിറ്റീസ് ആയ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെയും രാഹുലിന്റെയും വിവാഹം കഴിഞ്ഞത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു. അവർ മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റിന്റെ പ്രശസ്ത ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. മീഡിയ സംസാരിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആരംഭത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. വസ്ത്രങ്ങൾ എവിടുന്നാണ്, ആഭരണങ്ങൾ എവിടുന്നാണ്, സ്റ്റൈലിസ്റ്റ് ആരാണ്, പിന്നെ വിവാഹമംഗള ആശംസകൾ, ഇതെല്ലാം മീഡിയക്കാർ നേരുന്നുണ്ട്. പക്ഷെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഏകദേശം ഒരു കൊമ്പ് കോർക്കുന്ന രീതിയിലാണ്. എന്തുകൊണ്ടാണ് മീഡിയക്കാർക്ക് അകത്തേക്ക് പ്രവേശനം തരാതിരുന്നത്? എന്തുകൊണ്ടാണ് പിന്നെ ഞങ്ങളുടെ ലിസ്റ്റ് എടുത്തത്? ഞങ്ങളുടെ മീഡിയക്കാർക്ക് നിൽക്കാനുള്ള ഒരു പ്ലേസ് പോലും നിങ്ങൾ തന്നില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ചോദ്യശരങ്ങളാണ് മീഡിയക്കാര് ശ്രീവിദ്യയുടെയും രാഹുലിന്റെയും നേരെ ചോദിക്കുന്നത്. അതൊരു മംഗള ദിവസമാണ്. അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ 6 വർഷത്തോളം നീണ്ടു നിന്ന പ്രണയത്തിന്റെ ഒരു പ്രണയ സാഫല്യമാണ്. വളരെ സന്തോഷമുള്ള കുടുംബങ്ങളെല്ലാം ഒത്തുചേർന്നുള്ള ഒരു കല്യാണ ദിവസം. അവരുടെ സന്തോഷം മീഡിയക്കാരിലേക്കും അതുവഴി പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ വേണ്ടി ഒരു 5-10 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങി വന്നതാണ് അവര്. ആ സമയത്ത് മീഡിയക്കാര് വളരെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടാണ് ഒരു ചോദ്യം അങ്ങ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് എൻട്രി തന്നില്ല? പിന്നെ എന്തിനു വേണ്ടി ഞങ്ങളുടെ ലിസ്റ്റ് എടുത്തു? ഞങ്ങൾക്ക് നിൽക്കാൻ ഒരു പ്ലേസ് പോലും നിങ്ങൾ തന്നില്ല. ഞങ്ങളെ എല്ലാവരും കൂടെ തള്ളി മാറ്റി. അങ്ങനെയുള്ള കുറെ പരാതികളാണ് പറയുന്നത്. രംഗബോധമില്ലാതെ അല്ലെങ്കിൽ അവസരബോധമില്ലാതെ എവിടെ ചോദിക്കണമെന്ന് അറിയാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ മീഡിയക്കാർ ഇവിടെ ചോദിച്ചത്. ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ മീഡിയക്കാരുടെ ഭാഗത്താണ് മുഴുവൻ തെറ്റ് എന്ന് തോന്നുമെങ്കിലും ഇതിന് പുറകിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. കാരണം എൻട്രി അകത്തേക്ക്, അതായത് വിവാഹം നടക്കുന്നതിനകത്തേക്ക് ഈ മീഡിയക്കാർക്ക് ആർക്കും പ്രവേശനം നൽകിയിരുന്നില്ല. അതിന് പുറത്തു നിൽക്കാൻ മാത്രമാണ് ഇവർക്ക് അനുവാദം ലഭിച്ചിരുന്നത്. പക്ഷേ ഈ മീഡിയക്കാരിൽ 1-2 ആൾക്കാർ അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയും അങ്ങനെ കയറാൻ ശ്രമിക്കുന്നതിന് ഫലമായിട്ട് ഈവന്റ് മാനേജ്മെന്റുകാർ ഏർപ്പാടാക്കിയിരിക്കുന്ന ബൗൺസേഴ്സ് അവരെ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ പുറത്താക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തള്ളി പുറത്താക്കേണ്ടതായിട്ട് വരും. ശാരീരികമായിട്ടുള്ള ബലം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഉറപ്പായിട്ടും ഒരാളുടെ പുറത്തേക്ക് മറ്റൊരാൾ ശാരീരിക ബലം ഉപയോഗിച്ചാൽ അത് അനുഭവിക്കുന്ന ആൾക്ക് എതിർപ്പുകൾ ഉണ്ടാവും, വിയോജിപ്പുകൾ ഉണ്ടാവും, ഒരു ദേഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യം ഉണ്ടാവും. ഒരുപക്ഷെ അങ്ങനെ അതിന്റെ പിന്നിൽ നടന്ന ആ യാഥാർത്ഥ്യ സംഭവങ്ങളുടെ ഒരു തുടർക്കഥയാകാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ബുദ്ധിമുട്ടിൽ നിന്നാവാം ശ്രീവിദ്യയോടും രാഹുലിനോടും ആ സമയത്ത് മീഡിയ ഇങ്ങനെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ചോദിച്ചത്. പക്ഷെ എന്തു തന്നെയായാലും ബൗൺസേഴ്സ് അങ്ങനെ ചെയ്താലും ഒരു പരിധി വരെ ഇവരുടെ കയ്യിലും തെറ്റുണ്ട്. കാരണം എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കയറാനുള്ള അനുവാദം ലഭിക്കാത്ത സ്ഥലത്തോട്ട് ഇടിച്ചു കയറി നിങ്ങൾ കോണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബൗൺസേഴ്സ് തള്ളി മാറ്റിയത്. അല്ലെ, അങ്ങനെ തള്ളി മാറ്റിയതിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഖേദപ്രകടനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീർപ്പുമുട്ടലോ പ്രകടിപ്പിക്കേണ്ടിരുന്ന സമയം അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷമായിരുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും അധികം സന്തോഷിക്കുന്ന വിവാഹ ദിവസത്തിൽ ആകരുതായിരുന്നു എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കുറച്ചൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണ്, നാട്ടുകാരിലേക്ക് ഈ സാധനം എത്തണം എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടായിരിക്കും മീഡിയനെ വിളിച്ചു വരുത്തുന്നത്. പക്ഷെ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ഈ ബ്ലെയിം ഫുള്ള് പോകുന്നത് ഈ വരുന്ന മീഡിയക്കാരുടെ തലയിലാണ്. ഞാൻ പലപ്പോഴും എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എല്ലാവരും ഈ മീഡിയക്കാരെ കുറ്റം പറയുമ്പോഴും ഞാൻ ഇവരെ എഫേർട്ട് കാണുന്ന ഒരാളാണ്. ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പോലെയാണ് പല സെലിബ്രിറ്റീസും യൂസ് ചെയ്യുന്നത്. ഉള്ള കാര്യം തുറന്നു പറയാലോ. ഒരു സ്ഥലത്തേക്ക് ഒരു ഇവൻറ്റിനോ ഒരു ഫംഗ്ഷനോ ഇവരെ വിളിക്കും. ഇവരെ വിളിച്ചിട്ട് ഒരു നേരം ഒരു ഫുഡ് കഴിച്ചോ, ഇവരെങ്ങനെയാണ് നിൽക്കുന്നത്, എത്ര മണിക്കൂർ ഒന്ന് വന്നു, ഇതൊന്നും നോക്കില്ല. മനസ്സിലായോ? എന്നിട്ട് ലാസ്റ്റ് ഇവരൊരു വീഡിയോ ഇടുമ്പോൾ കുറ്റം മൊത്തം ഇവരെ തലയിൽ. ഇത് ഇൻവൈറ്റഡ് ആയിട്ട് വിളിച്ചിട്ടാണ് ഈ പരിപാടി കാണിക്കുന്ന അങ്ങനത്തെ ഒരു സ്കീം ഇവിടെ നടക്കുന്നുണ്ട്.
നമ്മൾ പ്രേക്ഷകർ ഇത് കാണുന്ന വഴിക്ക് എല്ലാ പേജിലും കയറിയിട്ട് ഈ തെണ്ടിയാൾ എന്തിനാ പോണേ, നാണമില്ലേ നിങ്ങൾക്ക് അവിടെ പോവാൻ, നിങ്ങൾ സീക്രട്ട് ഏജന്റ് പറയുന്നത് കുറേയധികം സെലിബ്രിറ്റീസ് മീഡിയക്കാരെ ടിഷ്യൂ പേപ്പർ പോലെയാണ് കാണുന്നത്. അവരുടെ വിവാഹം അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യൽ ഒക്കേഷൻസ് എല്ലാം ഷൂട്ട് ചെയ്യാനും കവർ ചെയ്യാനും മീഡിയക്കാരെ വിളിച്ചു വരുത്തും, എന്നിട്ട് അവരെ അപമാനിക്കുമെന്നാണ്. അതായത് ഇവിടെ ശ്രീവിദ്യയും രാഹുലും അവരുടെ വിവാഹത്തിന് നല്ല ഹൈപ്പ് കിട്ടാൻ വേണ്ടി മീഡിയക്കാരെ അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അവർ കുറേയധികം ആൾക്കാർ ഉള്ളത് കൊണ്ട് അവർക്ക് എൻട്രി കൊടുത്തില്ല. അവർക്ക് പ്രോപ്പർ ആയിട്ട് മഴയും വെയിലും നനയാതെ നിൽക്കാനുള്ള ഒരു സ്ഥലം പോലും കൊടുത്തില്ല. അങ്ങനെ ചെയ്യുന്നതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാരെ വിളിച്ചു വരുത്തി നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയും നിങ്ങളുടെ വിവാഹത്തിന് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയും മീഡിയക്കാരെ ഉപയോഗിച്ചിട്ട് പിന്നെ കറിവേപ്പില പോലെ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിഞ്ഞ് കളയുന്നത് ഏത് രീതിയാണ്? അങ്ങനെയെല്ലാമാണ് സായി കൃഷ്ണ ചോദിക്കുന്നത്. ഒപ്പം സായി കൃഷ്ണൻ കൂട്ടിച്ചേർക്കുന്നത് പല സെലിബ്രിറ്റീസും മീഡിയക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അല്ലെങ്കിൽ പല സെലിബ്രിറ്റീസും മീഡിയക്കാരോട് വരാൻ പറഞ്ഞതിന് ശേഷം അവർ ഭക്ഷണം കഴിച്ചോ, അവർ വെയിലത്താണോ, അവർ മഴയത്താണോ എന്നൊന്നും അന്വേഷിക്കാറില്ല എന്നാണ്. പക്ഷെ സായി കൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മീഡിയക്കാർ ചെയ്യുന്നതും ഒരു ജോലിയാണ്. എല്ലാ സ്ഥാപനത്തിലെയും മുതലാളിമാർ അവരുടെ എല്ലാ ജീവനക്കാരും ചോറുണ്ടോ, ചായ കുടിച്ചോ, വെള്ളം കുടിച്ചോ എന്നൊന്നും അന്വേഷിക്കാറില്ല. അതുപോലെ തന്നെ മീഡിയക്കാർ ചെല്ലുന്നതും ഒരു ജോലി ചെയ്യാനാണ്. അവരവരുടെ ജോലി ചെയ്യുക, തിരിച്ചു പോരുക. അല്ലാതെ അവരവിടെ ചെല്ലുമ്പോൾ അവർക്ക് വെള്ളം കുടിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊന്നും എല്ലാ മുതലാളിമാരും അല്ലെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും ചോദിച്ചു കൊള്ളണമെന്നില്ല. അതെല്ലാം മാനുഷികത്വത്തിന്റെ അല്ലെങ്കിൽ മാനുഷിക പരിഗണന അനുസരിച്ചിരിക്കും. പക്ഷെ അതൊന്നും ഒരു മീഡിയക്കാർക്കും ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അവരവരുടെ കോണ്ടന്റിന് വേണ്ടി, അവരുടെ പേഴ്സണൽ മണി ഏണിങ്സിന് വേണ്ടി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സായി കൃഷ്ണയും യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിരുന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് പുണ്യം കിട്ടാനോ അല്ലെങ്കിൽ മോക്ഷം കിട്ടാനോ ഒന്നുമല്ലല്ലോ. യൂട്യൂബിൽ നിന്നുള്ള പണത്തിന് വേണ്ടി തന്നെയല്ലേ. സോ ഞാൻ ഉൾപ്പെടുന്ന, സായി കൃഷ്ണ ഉൾപ്പെടുന്ന എല്ലാവരും ചെയ്യുന്നത് ഒരു പ്രൊഫഷനാണ്. അതിനകത്ത് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് പണമോ അല്ലെങ്കിൽ ഏണിങ്സോ തന്നെയായിരിക്കും. അല്ലാതെ ഭൂമിക്ക് മോശം കിട്ടാനും അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെ എല്ലാവരിലേക്കും നല്ലവരായിട്ട് കാണിക്കാനും ഒന്നും അല്ല ഈ മീഡിയക്കാരും ശ്രമിക്കുന്നത്. അവരുടെ കോണ്ടന്റിന് വേണ്ടി, ആ കോണ്ടന്റ് നാട്ടുകാർ കണ്ട് അവർക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി തന്നെയാണ്. സോ അതുകൊണ്ട് ഒരു പ്രൊഫഷൻ ചെയ്യുമ്പോൾ വിളിച്ചു വരുന്ന സെലിബ്രിറ്റീസ് ആയാലും അല്ലെങ്കിൽ ജോലി എടുക്കുന്ന സ്ഥാപനത്തിലെ മുതലാളിമാരായാലും നമ്മളോട് എപ്പോഴും ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ എന്നൊന്നും എപ്പോഴും ചോദിക്കണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ തെറ്റാണ്. ഒരു ജോലി ചെയ്യാൻ പോയാൽ അത് ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ളത് മാത്രമാണ് ധർമ്മം. മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ്. ഭക്ഷണം കഴിക്കാതെ ആരും പോരുത്, അതെനിക്ക് നിർബന്ധമാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കണം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് അത് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി അവിടെ എത്തുമ്പോൾ നിങ്ങൾ ഇത്രയും പേരുണ്ടെന്ന് കണ്ട് ഞാൻ അകത്തേക്ക് കയറ്റി. അങ്ങനെയാണോ സംഭവിച്ചത്? ആണോ? അല്ല, നിങ്ങൾ പറ, അങ്ങനെയാണോ സംഭവിച്ചത്? അല്ലല്ലോ. ഓക്കെ, ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി, നിങ്ങൾ എന്തായാലും എൻ്റെ കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? അങ്ങനെയല്ല, നമ്മുടെ അടുത്ത് വന്ന് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്ത് തരണമെന്ന് ആരുടെങ്കിലും പറഞ്ഞു. എന്റെ PR വർക്ക് നമ്മുടെ PR ചെയ്ത് ഞങ്ങളുടെ കല്യാണം ഒന്ന് ഹൈപ്പ് ഉണ്ടാക്കി തരണമെന്ന് ആരുടെങ്കിലും, നിങ്ങൾ ഒരാളടുത്തെങ്കിലും ഞങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് കളയുകയോ ചെയ്തോ? ഈ പറഞ്ഞ ആ സ്പെസിഫിക് യൂട്യൂബർ പറഞ്ഞ അങ്ങനെയാണ്, നിങ്ങളെല്ലാം ഞങ്ങൾ വിളിച്ചു നിർത്തി. എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ തന്നെ എന്താ പറയുക, ഗുണ്ടകളെ വെച്ച് ഗുണ്ടായിസം കാണിച്ചു എന്നാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയുമോ? എല്ലാരും കൂടെ പ്രസ്തുത യൂട്യൂബർ എന്ന ശ്രീവിദ്യയും രാഹുലും പറയുന്നത് ഉറപ്പായിട്ടും സീക്രട്ട് ഏജന്റിനെ അല്ലെങ്കിൽ സായി കൃഷ്ണനെ തന്നെയാണ്. കാരണം സായി കൃഷ്ണ ഉപയോഗിച്ച ടിഷ്യൂ പേപ്പർ പോലെ കാണുന്നു അല്ലെങ്കിൽ PR വർക്കിന് വേണ്ടി വിളിച്ചു വരുത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അവർ പറയുന്നു വെക്കുന്നുണ്ട്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് റിസപ്ഷന്റെ സമയത്താണ് ശ്രീവിദ്യയും രാഹുലും മുമ്പോട്ട് വന്നിരിക്കുന്നത്. അവർ പറയുന്നത്, ഇങ്ങനെ ബൗൺസേഴ്സ് നിങ്ങളെ പിടിച്ച് തള്ളുന്നതോ അല്ലെങ്കിൽ പുറത്ത് ഇത്രയും കാര്യങ്ങൾ നടന്നതോ ഒന്നും അകത്ത് നിൽക്കുന്ന ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്ന ലിസ്റ്റ് എന്ന് പറയുന്ന കാര്യം ഫുഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്ത ലിസ്റ്റാണ്. അതായത് എത്ര മീഡിയക്കാർ വരും, എത്ര പേർക്ക് ഭക്ഷണം വേണം എന്നുള്ള ഈവന്റ് മാനേജ്മെന്റിന് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡിന്റെ ലിസ്റ്റാണ് ഞങ്ങൾ എടുത്തത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു സ്പേസ് തരാനോ നിങ്ങൾക്ക് അകത്തേക്ക് ഒരു എൻട്രി തരാനോ വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിരുന്നില്ല അത് എന്നാണ് രാഹുലും ശ്രീവിദ്യയും പറയുന്നത്. അതിന് വളരെ കറക്റ്റ് ആയിട്ട് തെളിവായിട്ട് അവർ പറയുന്നുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ കണ്ടതാണ്. അകത്തോട്ടുള്ള എൻട്രി എല്ലാവർക്കും റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ രാഹുലിന്റെയും ശ്രീവിദ്യയുടെയും പുറത്തു നിന്നുള്ള എൻട്രി മാത്രം നിങ്ങൾക്ക് എടുക്കാം. വിവാഹം നടക്കുന്ന സ്ഥലത്തോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് മീഡിയക്കാരുടെ ഗ്രൂപ്പിൽ വന്നത് എന്ന് മീഡിയയിൽ നിന്നുള്ള ഒരാൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ സീക്രട്ട് ഏജന്റ് പറയുന്നത് പോലെ ടിഷ്യൂ പേപ്പർ പോലെ നിങ്ങളെ വലിച്ചെറിയുകയാണെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ PR വർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചു വരുത്തിയതാണോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ മീഡിയക്കാർ അല്ല എന്ന് തന്നെയാണ് മറുപടി പറയുന്നത്. ഒരു പരിധിവരെ മീഡിയക്കാർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മീഡിയക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സായി കൃഷ്ണ സംസാരിച്ചത്. പക്ഷെ
ആ പറഞ്ഞതൊന്നും വാസ്തവമല്ല, അല്ലെങ്കിൽ ഞങ്ങളെ ആരും PR വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ടില്ല, ടിഷ്യൂ പേപ്പർ പോലെ ഉപയോഗിച്ച് കളഞ്ഞിട്ടില്ല എന്നെല്ലാം മീഡിയക്കാർ തന്നെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇതിന്റെ ഒരു ഭാഗം മാത്രം കേട്ട് വളരെ പെട്ടെന്ന് തന്നെ സായി കൃഷ്ണ പ്രതികരിച്ചത് കൊണ്ടാകാം ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ, തെറ്റായ വാക്കുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നത്. കാരണം ഇന്ന് മാത്രമാണ് അതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് മീഡിയക്കാരും ശ്രീവിദ്യയും രാഹുലും പുറത്തോട്ട് പറയുന്നത്. പക്ഷെ സായി കൃഷ്ണയുടെ വീഡിയോയിൽ സമ്മതിക്കുന്നുണ്ട്, എല്ലായിടത്തും വലിയ കയറി ചെന്ന് കുറെ അധികം കാര്യങ്ങൾ മീഡിയക്കാരും ചെയ്തു കൂട്ടുന്നുണ്ട്. എല്ലാ തെറ്റുകളും സെലിബ്രിറ്റീസ് മാത്രമല്ല മീഡിയക്കാരുടെ കയ്യിലും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സായി കൃഷ്ണൻ സംസാരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ കല്യാണം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ PR വർക്കിന് വേണ്ടിയിട്ടോ ഒരു മീഡിയക്കാരെ പോലും ഞങ്ങൾ വിളിച്ചിട്ടില്ല എന്ന് ശ്രീവിദ്യയും രാഹുലും പറയുന്നുണ്ട്. ആ പ്രസ്താവന വളരെ കാര്യമായിട്ട് തന്നെ എല്ലാ മീഡിയക്കാരും ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സീക്രട്ട് ഏജന്റിന്റെ ആ വീഡിയോയിൽ പറഞ്ഞ കുറെ അധികം കാര്യങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ അറിയാതെ എടുത്തു ചാടി പ്രതികരിച്ചതിൽ നിന്നുണ്ടായതാണ് എന്ന് വ്യക്തമായിരിക്കും. അവരുടെ വളരെ സന്തോഷമായ ഒരു പേഴ്സണൽ ഒക്കേഷനിൽ നിങ്ങൾക്ക് വേണ്ടി 5-10 മിനിറ്റ് സംസാരിക്കാൻ വന്നത് തന്നെ അവരുടെ വലിയ കാര്യമാണ്. കാരണം ശ്രീവിദ്യക്ക് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉള്ളതാണ്. അതുകൊണ്ട് ശ്രീവിദ്യയുടെ കല്യാണം ഹൈപ്പ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ PR ചെയ്യണമെങ്കിലോ അത് ശ്രീവിദ്യക്ക് സ്വന്തമായിട്ട് ചെയ്യാം, സ്വന്തം യൂട്യൂബ് ചാനൽ ഇടാം. എന്നിട്ടും നിങ്ങൾ മീഡിയക്കാരുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ നല്ല മനസ്സാണ്. ആ മനസ്സ് കാണാതെ ആ സമയത്ത് അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ കുറെ അധികം മോശപ്പെട്ട അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് തെറ്റ് തന്നെയാണ്. അത് ഏത് രീതിയിൽ നോക്കിയാലും തെറ്റ് തന്നെയാണ്. എടുത്തു ചാടി ഒരു വീഡിയോ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണത്തിന്റെ ഫലമായിട്ടായിരിക്കാം സായി കൃഷ്ണയ്ക്ക് എവിടെയൊക്കെയോ പിഴച്ചു പോയത്. ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ. താങ്ക് യു.